സുന്നി വിശ്വാസത്തിന് വിരുദ്ധമായി മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം നടത്തിയ പ്രസംഗം വിവാദത്തിൽ. സലാമിന്റെ പ്രസ്താവനയിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ട് സമസ്ത സംഘടനകളായ SYS-ഉം SKSS-ഉം രംഗത്ത് വന്നു. പ്രസംഗം തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് സലാം ഫേസ്ബുക്കിൽ വിശദീകരിച്ചു. മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം മുജാഹിദ് അനുകൂലിയാണ്. ലീഗുമായുള്ള പോരിൽ PMA സലാമിന്റെ സുന്നി വിരുദ്ധതയും ഘടകമാകുന്നുണ്ടെന്ന് സമസ്തക്ക് നേരത്തെ തന്നെ വിമർശനമുണ്ട്. ഇതിനിടെയാണ് ലീഗ് പരിപാടിയിൽ PMA സലാമിന്റെ സുന്നി വിരുദ്ധ പ്രസംഗം. തങ്ങൾ നേതൃത്വം നൽകുന്ന ഗ്രൂപ്പ്, അതിനപ്പുറം ഒരു തെരീക്കത്തിന്റെ ഇമാമമാര് നമുക്ക് ആവശ്യമില്ല ഒരു ജില്ലയിലും. എന്തിനാ ഇത്ര ഈ മുരീദന്മാരായി നടക്കുന്നത്? എന്തിനാ അതിന്റെ ആവശ്യം? നേരിട്ട് പടത്തോട് പറഞ്ഞാൽ പോലെ ഞാനതിൻ്റെ ആളാണ്. അപ്പൊ അതുകൊണ്ട് മലയാളത്തിൽ പറഞ്ഞു ഇടയാളന്മാർ വേണ്ട. ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ ഇടനിലക്കാർ വേണ്ടെന്ന സലാമിന്റെ ഈ നിലപാട് സുന്നി വിരുദ്ധമാണ്. ഇതോടെയാണ് സമസ്ത സംഘടനകൾ കലാപക്കൊടി ഉയർത്തിയത്. സലാമിനെ നിയന്ത്രിക്കണമെന്ന് SKSSF ആവശ്യപ്പെട്ടു. സലാം മുൻപും സമസ്തക്കെതിരെ പരസ്യമായി സംസാരിച്ചിട്ടുണ്ടെന്നും നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് SYS സ്വാദിഖ് അലി തങ്ങൾക്കും PK കുഞ്ഞാലിക്കുട്ടിക്കും കത്തയച്ചു. ഇതോടെ PMA സലാം ഫേസ്ബുക്കിൽ വിശദീകരണ കുറിപ്പിട്ടു. മുസ്ലിം ലീഗിലെ ആഭ്യന്തര കാര്യമാണ് പറഞ്ഞതെന്നും മറ്റൊരു രീതിയിൽ വ്യാഖ്യാനം വന്നതിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും സലാം ഫേസ്ബുക്കിൽ വിശദീകരിച്ചു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.